ഒന്നാമത്തെ ചോദ്യം, ദി വെൽത്ത് ഓഫ് നാഷൻ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ദി വെൽത്ത് ഓഫ് നാഷൻ എന്ന ഗ്രന്ഥം 1776 രചിച്ചത് എക്കണോമിക്സിൻ്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന് അദൃശ്യകരം, മറ്റൊന്ന് സ്വതന്ത്ര വിപണി. ആഡം സ്മിത്തിൻ്റെ രണ്ട് ആശയങ്ങൾ, ഒന്ന് എന്താണ്? അദൃശ്യകരം, മറ്റൊന്ന് സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അദൃശ്യകരം, അതേപോലെ ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണി. ഈ സ്വതന്ത്ര വിപണിയുടെ മറ്റൊരു പേരാണ് ലെസേസ് ഫെയർ സിദ്ധാന്തം. ലെസേസ് ഫെയർ സിദ്ധാന്തം, ലെസേസ് ഫെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം ലെറ്റ് ദം ഫ്രീ എന്നാണ്. തനിയെ വിടുക, വെറുതെ വിടുക. ലെറ്റ് ദം ഫ്രീ എന്നാണ് ലെസേസ് ഫെയർ എന്ന ഫ്രഞ്ച് പദത്തിനർത്ഥം. അപ്പോൾ നമുക്ക് സ്വതന്ത്ര വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസേസ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് സ്വതന്ത്ര വിപണി. രാജ്യമോ മറ്റ് ഏജൻസികളോ ഒന്നും നിയന്ത്രിക്കാതെ പ്രവർത്തിക്കുന്നതിനെയാണ് സ്വതന്ത്ര വിപണി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, ഇനി ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരം എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യകരം, വ്യക്തികൾ വിപണികളിൽ അവരുടെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന് അത് പ്രയോജനമായി തീരുന്നു. ഇതിനു വേണ്ടിയിട്ട് ആഡം സ്മിത്ത് ഉപയോഗിച്ചൊരു പദമാണ് അദൃശ്യകരം. വ്യക്തികൾ വിപണിയിൽ അവർക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സമൂഹത്തിന് കൂടി പ്രയോജനമായി തീരുന്നു. ഇതിനെയാണ് ആഡം സ്മിത്ത് അദൃശ്യകരം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൊരൈ ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് ഗെല്ലാണ് ഛത്തീസ്ഗഡിലെ ബസ്താറിലെ ദൊരൈ ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞൻ. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദ്യങ്ങൾ വരാം. ഈ ദൊരൈ ഗ്രാമം എന്ന് പറയുന്നത് അവിടുത്തെ വിപണിയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന പദവിക്കാരായിട്ടുള്ള രജപുത്രരും അല്ലെങ്കിൽ രജപുത്ര ആഭരണ വ്യാപാരികൾ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് അവർ കച്ചവടം ചെയ്യുന്നത്. ഒരു മാർക്കറ്റിൻ്റെ കേന്ദ്ര സെൻട്രൽ സോണിലാണ് ആര് കച്ചവടം ചെയ്യുന്നത്? രജപുത്രരായിട്ടുള്ള ആഭരണ വ്യാപാരികൾ. അതേപോലെ പ്രാദേശിക ഹിന്ദു വ്യാപാരികൾ, ഇവരൊക്കെ ഒരു മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് കച്ചവടം ചെയ്യുന്നത്. എന്നാൽ ഗോത്രവർഗ്ഗങ്ങൾ എവിടെയാണ്? ഇവർ ഈ മാർക്കറ്റിന് വെളിയിലാണ് കച്ചവടം ചെയ്യുന്നത്. അതായത് ഒരു കച്ചവടം ലഭിക്കാത്ത, യാതൊരു സാധ്യതയുമില്ലാത്ത, അല്ലെങ്കിൽ എന്നെങ്ങനെ പറയാം, ഈ കേന്ദ്ര വലയത്തിന് പുറത്ത് നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്? കച്ചവടം നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുരാതന ഇന്ത്യയിലെ വ്യാപാര സമുദായങ്ങൾ വായ്പയ്ക്കും കൈമാറ്റത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ബിൽ സമ്പ്രദായമാണ് ഹുണ്ടി. ഇന്ത്യയിൽ വായ്പയ്ക്കും കൈമാറ്റത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ബില്ലാണ് ഹുണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അതേപോലെയുള്ള ഒരു സംവിധാനമാണ് ഹുണ്ടി. ഇനി കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പിൻ്റെ വ്യാപാരം നടത്തിയിരുന്നത് ആരാണ്? ബഞ്ചാര. നിങ്ങൾ ഉപ്പ് പഞ്ചാര എന്ന് പഠിച്ചാൽ മതി. ഉപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് പഞ്ചാര. കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പിൻ്റെ വ്യാപാരം നടത്തിയിരുന്നത് ബഞ്ചാരകളാണ്. ഓക്കെ, കൊളോണിയൽ കാലഘട്ടത്തിൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വാണിജ്യ വിഭാഗമാണ് നഗരത്താർമാർ. കൊളോണിയൽ കാലഘട്ടത്തിൽ ബാങ്കിംഗ് പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വാണിജ്യ വിഭാഗമാണ് നഗരത്താർമാർ. ഇന്നത്തെ എക്സാമിന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് വസ്തുവൽക്കരണം? എന്താണ് ചരക്കുവൽക്കരണം? മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാത്ത വസ്തുക്കൾ കച്ചവട ചരക്കായി മാറുന്ന പ്രക്രിയയാണ് വസ്തുവൽക്കരണം. മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാത്ത വസ്തുക്കൾ കച്ചവട ചരക്കായി മാറുന്ന പ്രക്രിയയാണ് വസ്തുവൽക്കരണം. ഉദാഹരണം കൂടി എഴുതണം എക്സാമിന്. ഉദാഹരണം, കുടിവെള്ളം. കുടിവെള്ളം പണ്ട് വിൽപ്പനക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? കുടിവെള്ളം മുമ്പ് ആരെങ്കിലും കച്ചവടം ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് കുടിവെള്ളം കുപ്പിയിലാക്കി മാർക്കറ്റിൽ വിപണനം ചെയ്യുമ്പോൾ അതൊരു ചരക്കായി മാറുന്നു. ഓക്കെ, ഉദാഹരണം കൂടി പ്രധാനപ്പെട്ടതാണ്. മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാത്ത വസ്തുക്കൾ കച്ചവട ചരക്കായി മാറുന്നതിനെയാണ് വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. ഉദാഹരണം, കുടിവെള്ളം. അതേപോലെ വിവാഹ ബ്യൂറോകൾ.
പണ്ട് കാലത്ത് കാരണവന്മാർ പോയിട്ട് ചർച്ച ചെയ്തിട്ടായിരുന്നു കല്യാണമെല്ലാം വിവാഹങ്ങളെല്ലാം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? മാട്രിമോണി സൈറ്റുകളിലൂടെയും വിവാഹ ബ്യൂറോകളിലൂടെയുമാണ് കല്യാണങ്ങൾ നടക്കുന്നത്. മറ്റൊരു ഉദാഹരണമാണ് മോട്ടിവേഷൻ ക്ലാസുകൾ. ഓക്കെ, മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാത്ത വസ്തുക്കൾ കച്ചവട ചരക്കായി മാറുന്ന പ്രക്രിയയാണ് വസ്തുവൽക്കരണം. ഉദാഹരണം കൂടി എഴുതിയാണ് ഫുൾ മാർക്ക് കിട്ടുക. ഇനി അടുത്തത് പദവി ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പദവി ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ സാമൂഹിക പദവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് മാക്സ് വെബർ. ഈ ബന്ധം വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പദവി ചിഹ്നം എന്ന പദം രൂപീകരിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് പദവി ചിഹ്നം എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിനെയാണ് മാക്സ് വെബർ പദവി ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ പദവി ചിഹ്നത്തിന് ഉദാഹരണം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരാൾക്കൊരു ബെൻസ് കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളിങ്ങനെ നോക്കിക്കാണണം, ബെൻസ് കാറുള്ള ഒരു വ്യക്തിയാണല്ലോ ഇത്. അപ്പോൾ സമൂഹത്തിൽ അവൻ്റെ സ്ഥാനം ഒരു ഉപയോഗിക്കുന്ന ആ സാധനത്തിൻ്റെ പേരിലാവുകയാണ്. നോക്കാം, ഇതിൽ ഉദാഹരണം പറയുന്നത് ഇന്ത്യയിലെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വാങ്ങുന്ന ഒരു സെൽഫോണിൻ്റെ ബ്രാൻഡും കാറിൻ്റെ മോഡലും അവരുടെ സാമൂഹിക സാമ്പത്തിക പദവിയുടെ അടയാളമാണ്. സാമൂഹ്യശാസ്ത്രമായി ഇതിനെ സൂചിപ്പിക്കുന്ന പദമാണ് പദവി ചിഹ്നം. ഒരു നല്ല കാർ അല്ലെങ്കിൽ നല്ല ഫോണൊക്കെ ഈ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക പദവിയുടെ അടയാളമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി, ആഡം സ്മിത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് ദി വെൽത്ത് ഓഫ് നേഷൻ, 1776. ആഡം സ്മിത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അദൃശ്യകരം, സ്വതന്ത്ര വിപണി. ദൊരേ ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തിയ, മാർക്കറ്റിനെക്കുറിച്ച് പഠനം നടത്തിയ നരവംശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ഗെൽ. ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് പുറമേ നിന്നുകൊണ്ട് തന്നെ നോക്കിക്കാണാൻ സഹായിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സ്വയം പ്രതിഫലനം, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിക്ക് പുറമേ നിന്ന് തന്നെ നോക്കിക്കാണാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. ഇനി അടുത്തത്, സ്വകാര്യ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് സി റൈറ്റ് മിൽസ്. പേഴ്സണൽ പ്രോബ്ലംസും പബ്ലിക് ഇഷ്യൂസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് സി റൈറ്റ് മിൽസ്. 1959 അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെയാണ് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ഡെമോഗ്രഫി. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്താണ്? ഡെമോഗ്രഫി. ഇനി ദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന കുടുംബത്തെ ഏത് പേരിലാണ് വിളിക്കുന്നത്? വരൻ്റെ മാതാപിതാക്കളോടൊപ്പം, പാട്രി ലോക്കൽ. ഓക്കെ, പിന്നെ കുടുംബത്തിൻ്റെ ഫോംസുകളൊന്ന് പറയാം. കുടുംബത്തിൻ്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിൻറ്റ് ഫാമിലി, അണുകുടുംബം, കൂട്ടുകുടുംബം. കുടുംബത്തിൻ്റെ താമസ സ്ഥലത്തെ റെസിഡൻസിനെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് മാട്രി ലോക്കൽ ഫാമിലി, പാട്രി ലോക്കൽ ഫാമിലി. കുടുംബത്തിൻ്റെ അധികാരത്തെ, അതോറിറ്റിയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. മാട്രിയാർക്കൽ ഫാമിലി, പാട്രിയാർക്കൽ ഫാമിലി. മാതൃമേധാവിത്വ കുടുംബം, പിതൃമേധാവിത്വ കുടുംബം. കുടുംബത്തിൻ്റെ ലീനേജ്, വംശപരമ്പരയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് മാട്രിലീനിയൽ ഫാമിലി, പാട്രിലീനിയൽ ഫാമിലി. മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. ഓക്കെ, താങ്ക് യു.